ഹലോ എവ്രി വൺ, എൻക്ലെക്സ് ആർ എൻ പഠിക്കുന്നവർക്കുള്ളൊരു ചെറിയ ടിപ്പ് പറഞ്ഞു തരാം. അതായത് നിങ്ങൾ നോർമലി പഠിക്കുമ്പം എൻക്ലെക്സ് ആർ എനിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. ആ ക്വസ്റ്റ്യനകത്തുള്ളൊരു കണ്ടീഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും അല്ലേ? അല്ലെങ്കിൽ ഡ്രഗ് ആയിക്കോട്ടെ, പ്രൊസീജിയർ ആയിക്കോട്ടെ, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, ഇൻഡിക്കേഷൻ എന്താണ്, സൈഡ് എഫക്ട് എന്താണ്, കോംപ്ലിക്കേഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് മനസ്സിലാക്കും. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നിട്ടും ഒരുപാട് എല്ലാ കണ്ടീഷനെ കുറിച്ചും അറിയായിരിക്കാം, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ നിങ്ങൾക്ക് അറിയായിരിക്കാം, ബട്ട് നിങ്ങൾ ചിലപ്പോൾ ആ ക്വസ്റ്റ്യന്റെ ആൻസർ തെറ്റിച്ചായിരിക്കും ചെയ്യുക. അതിന് കാരണം ഈ കണ്ടീഷൻ അറിയാത്തതോ ഡ്രഗ് അറിയാത്തതോ കൊണ്ടോ മാത്രമല്ല. ചിലർക്കൊക്കെ ഈ ചെറിയ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകളുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാത്തത് കൊണ്ടുള്ള, അത് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുമ്പോൾ ഇതിനെ ഓസ്റ്റിയോപോറോസിസിനെ റിലേറ്റഡ് ആക്കിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഓസ്റ്റിയോപോറോസിസ് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പം ഓപ്ഷനിലോട്ട് നോക്കുമ്പോൾ ഇൻക്രീസ്ഡ് സസെപ്റ്റബിലിറ്റി ടു ബോൺ ഫ്രാക്ചർ ഫ്രം മിനിമൽ ട്രോമ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ബോൺ ഫ്രാക്ചറും ട്രോമയും ഒക്കെ നമുക്കറിയാം. അപ്പൊ അതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സിംറ്റംസ് ആയിക്കോട്ടെ, കണ്ടീഷൻ ആയിക്കോട്ടെ, അതാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് അല്ലെ. ബട്ട് സസെപ്റ്റബിലിറ്റി എന്താണെന്ന് ചിലപ്പോൾ പലർക്കും അറിയുന്നുണ്ടാവില്ല. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, കുറച്ച് പേർക്കൊക്കെ. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സസെപ്റ്റബിലിറ്റി എന്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇച്ചിരി സമയം എടുക്കും അത് എന്താണെന്ന് മനസ്സിലാക്കി വരാനായിട്ട്. ബട്ട് ഫ്രാക്ചർ എന്താണെന്ന്, ട്രോമ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മൈൻഡിലോട്ട് വരും അല്ലെ. അപ്പം സസെപ്റ്റബിലിറ്റി എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആൻസർ തെറ്റിപ്പോകാം അല്ലെ. അതുപോലെ തന്നെ കോൺസിക്വൻസ് എന്താണ്, ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ. അതുപോലെ തന്നെ പ്രോഗ്രഷൻ എന്ന വാക്ക്, ഡീഫോർമിറ്റി, കർവേച്ചർ, ഓക്കെ. അങ്ങനെയുള്ള ഈ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകളുണ്ടല്ലോ. നമ്മളിപ്പം ഇൻക്രീസ്ഡ്, ഡെഫിഷ്യൻസി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ കുറച്ചുകൂടെ നമ്മൾ ഡെഫിഷ്യൻസി ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. ബട്ട് കുറച്ച് അൺകോമൺ ആയിട്ടുള്ള, അധികം നമ്മൾ യൂസ് ചെയ്യാത്ത ഈ സസെപ്റ്റബിലിറ്റി പോലെയുള്ള വാക്കുകളൊക്കെ, അങ്ങനെയുള്ള കുറച്ച് വാക്കുകളൊക്കെ പഠിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് നമ്മൾ എൻക്ലെക്സ് ആർ എൻ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്ന ഒരു കാര്യം കൂടെയാണ്. കണ്ടീഷനെ മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളുടെ അക്കാഡമിയിൽ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനത്തെ കുറച്ച് ടെർമിനോളജീസ് ഒക്കെ പഠിപ്പിച്ചിട്ടാണ് ഇവരെ ഈ ഒരു കണ്ടീഷൻ മനസ്സിലാക്കാനും പ്രൊസീജിയേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഇത് മാത്രമല്ല, ഞാനൊരു എക്സാമ്പിളോടെ പറയുകയാണെങ്കിൽ, നമ്മളിവിടെ ഫ്ലൂഎക്സെറ്റിൻ എന്നൊരു ഡ്രഗിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ ക്വസ്റ്റനിൽ. ഇപ്പോൾ ഫ്ലൂഎക്സെറ്റിൻ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ബട്ട് നമ്മൾ ഓപ്ഷനിലോട്ട് വരുമ്പം പ്രസിപ്പിറ്റേറ്റ് എന്താണെന്ന് ചിലപ്പോൾ ആർക്കും അറിയത്തില്ലായിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള വാക്കുകളുണ്ടല്ലോ, ഈ പറയുന്ന പ്രസിപ്പിറ്റേറ്റ്, തൊട്ട് മുമ്പ് നമ്മൾ കണ്ട വാക്കുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ പഠിച്ചിട്ട് നമ്മൾ അതൊക്കെ ബേസ് ആയിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ കണ്ടീഷനിലോട്ടും ഡ്രഗിലോട്ടും ഒക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് കേട്ടോ. ചിലർക്കെങ്കിലും ഈ കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വാക്കുകളുടെ മീനിങ് ശരിക്കും അറിയില്ലെന്നുണ്ടെങ്കിൽ അത് പഠിക്കുക ആദ്യം. ഓപ്ഷനിലും ക്വസ്റ്റിനകത്തും ഒക്കെയുള്ള വാക്കുകളോട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. കണ്ടീഷൻസും ടാബ്ലറ്റും അതുപോലെ തന്നെ സിംറ്റംസും മാത്രമല്ല കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.